Hello friends, welcome to Studio Online. I am Rajiv. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു യൂട്യൂബ് റിലേറ്റഡ് വീഡിയോ ആണ്. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം നമ്മൾ ഇടയ്ക്ക് യൂട്യൂബ് റിലേറ്റഡ് വീഡിയോസ് ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ആക്ച്വലി 10,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് അറിയാം. മീൻസ് സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ചാനൽ കാണുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ 10,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ചാനലിൽ വരുന്ന ചേഞ്ച് എന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി ഈ ചാനൽ തുടങ്ങിയിട്ട് 1.5 വർഷത്തിന് മുകളിലായി. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ 10,000 സബ്സ്ക്രൈബറിൽ എത്തുന്നത്. ഓക്കെ, അപ്പോൾ 1000 സബ്സ്ക്രൈബർ ആകുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് നമ്മുടെ മനസ്സിൽ. പക്ഷേ നമുക്ക് നമ്മുടെ ചാനലിൽ യാതൊരു വിധമായ വ്യത്യാസങ്ങളും കാണാൻ സാധിക്കത്തില്ല. ഞാൻ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ക്യാമറ ഇത്ര ക്ലോസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. സാധാരണ ഈ ഒരു രീതിയിൽ നമ്മൾ ക്യാമറ വെച്ച് സംസാരിക്കാറില്ല. തുടക്കത്തിൽ നമുക്ക് ആദ്യത്തെ 1-2 മാസങ്ങളിൽ യൂട്യൂബ് തുടങ്ങിയ ആദ്യത്തെ 1-2 മാസങ്ങളിൽ നമുക്ക് ഡെയിലി ചിലപ്പോൾ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ ഒരു സബ്സ്ക്രൈബറൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നീട് അത് കൂടി 1000 സബ്സ്ക്രൈബർ കഴിഞ്ഞു, 4000 സബ്സ്ക്രൈബർ കഴിഞ്ഞു, 5000 സബ്സ്ക്രൈബർ കഴിഞ്ഞു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മന്ത്ലി കിട്ടുന്ന ഒരു സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡെയിലി എന്ന് പറഞ്ഞാൽ ഏകദേശം 9, 10, 12, ചിലപ്പോൾ 20, 25 എന്നൊക്കെയുള്ളൊരു സബ്സ്ക്രൈബർ കൗണ്ടാണ് കിട്ടിയിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയിരുന്നത് ഏകദേശം ഒരു 39-40 സബ്സ്ക്രൈബർ ആയിരുന്നു കിട്ടിയിരുന്നത്. അങ്ങനെ ഒരു സബ്സ്ക്രൈബർ കൗണ്ടാണ് എനിക്ക് കിട്ടിയിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ 10,000 സബ്സ്ക്രൈബർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോയുടെ വിസിബിലിറ്റി കുറച്ചും കൂടെ കൂടുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് യൂട്യൂബിൻ്റെ ആൽഗരിതം അനുസരിച്ച് 10,000 സബ്സ്ക്രൈബർ കഴിഞ്ഞാൽ ഈ ചാനലിന്, അതായത് ഏത് ചാനലാണോ 10,000 കഴിയുന്നത് അത് കഴിയുമ്പോഴത്തേക്കിനും ഈ ചാനലിന് കുറച്ചും കൂടെ എക്സ്പോഷർ യൂട്യൂബിൻ്റെ അൽഗോരിതം കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10,000 ആയി എന്ന് അവരുടെ സോഫ്റ്റ്വെയറിന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഓക്കെ, ഈ ചാനൽ കുറച്ചും കൂടെ ആളുകളിൽ എത്തിക്കണം എന്ന് യൂട്യൂബ് തീരുമാനിക്കുന്നു. അതിനുശേഷം മലയാളികൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ചിലപ്പോൾ ഫസ്റ്റ് പേജിൽ തന്നെ വരാം, അല്ലെങ്കിൽ സെക്കൻഡ് പേജിൽ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനൊരു തെളിവ് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സ്ക്രീനിൽ നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് സോഷ്യൽ ബ്ലേഡ് എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ നമുക്ക് ഏത് യൂട്യൂബ് ചാനലിൻ്റെ പേരടിച്ച് കൊടുത്താലും അവരുടെ ഡീറ്റെയിൽസ്, സബ്സ്ക്രൈബർ കൗണ്ട്, ഏകദേശം എത്ര രൂപ കിട്ടും മുതലായ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും. നമ്മളിവിടെ നോക്കുന്നത് ബേസിക്കലി സബ്സ്ക്രൈബർ കൗണ്ടിലാണ്. അപ്പോൾ എനിക്ക് 9,000 സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമുക്ക് ഡെയിലി ഉള്ള സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറഞ്ഞാൽ 12, 18, 15, 16, 24, 25 അങ്ങനെ വന്ന് ഏറ്റവും കൂടുതൽ 31 കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം 9,000 സബ്സ്ക്രൈബർ ഉണ്ടായിട്ടും നമുക്ക് ഡെയിലി ഒരു സബ്സ്ക്രൈബർ കൗണ്ട്, പുതിയ സബ്സ്ക്രൈബർ ജോയിൻ ചെയ്യുന്നത് ഈ ഒരു ലെവലിലാണ് നമുക്ക് സബ്സ്ക്രൈബർ കൗണ്ട്. അതുപോലെ തന്നെ വ്യൂസ് നോക്കിയാലാണെങ്കിലും 8,000 വ്യൂസ്, 840 വ്യൂസ്, അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് നമുക്ക് വ്യൂസ് കിട്ടുന്നത്. ഫെബ്രുവരി 8-ാം തീയതി ഞാൻ 9,500 സബ്സ്ക്രൈബർ കഴിഞ്ഞു. 9,000 സബ്സ്ക്രൈബർ കഴിഞ്ഞപ്പോഴും 9,500 സബ്സ്ക്രൈബർ കഴിഞ്ഞപ്പോഴും നമുക്ക് 22,703 112 എന്ന ഒരു സബ്സ്ക്രൈബർ കൗണ്ട് നമ്മൾ കാണാൻ തുടങ്ങി. അതായത് ഞാൻ അതിനിടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജനുവരി അവസാനത്തോടു കൂടി എൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഏകദേശം 1 മാസത്തോളം യൂട്യൂബിൽ നിന്ന് വിട്ടുനിന്നു. അതിനുശേഷമാണ് ഞാൻ ഫെബ്രുവരിയിൽ വീണ്ടും യൂട്യൂബിൽ തിരിച്ചു വന്നത്. അപ്പോൾ മെയിനായിട്ടുള്ളൊരു മാറ്റം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ നോക്കിയാൽ 16-ാം തീയതി 16 ഫെബ്രുവരിയിൽ 112 സബ്സ്ക്രൈബർ. ഈ ചാനലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 100 സബ്സ്ക്രൈബറിന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 112 സബ്സ്ക്രൈബർ കിട്ടി. അതുപോലെ തന്നെ ആ ഒരു ദിവസത്തെ വ്യൂസ് എന്ന് പറഞ്ഞാൽ 6,800 വ്യൂസാണ്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ താഴേക്ക് നോക്കിയാൽ ആ ഒരു റേഞ്ച് മീൻസ് നമുക്ക് 100 സബ്സ്ക്രൈബർ കിട്ടുന്നില്ല എങ്കിലും നമ്മൾ 12, 13 എന്ന് പറയുന്ന ആ റേഞ്ച് വിട്ടിട്ട് നമ്മൾ 110, അതിൻ്റെ അടുത്ത ദിവസം 204 സബ്സ്ക്രൈബർ, പിന്നെ 71, 40, ഇടയ്ക്കൊരു 17 ഉണ്ട്. പക്ഷേ 56, 32, 61, 17 നമ്മൾ മാറ്റിയാൽ മിനിമം നമുക്ക് 30 സബ്സ്ക്രൈബർ വെച്ച് ഡെയിലി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ വ്യൂസ് നോക്കിയാലാണ് തന്നെ 6,800, 2,000, 3,000 നമ്മൾ 800 വ്യൂസൊക്കെ ആവറേജ് 800, 600, 700 കിട്ടിയതിനടുത്ത് ഇപ്പോൾ അതിൽ കൂടുതൽ വ്യൂസ് ചാനലിന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ തന്നെ ചാനലിലൊരു ഗ്രോത്ത് കാണാൻ സാധിക്കും. ഈ എൻഡോട് കൂടി നല്ലൊരു ഗ്രോത്ത് ചാനലിൽ കാണാൻ സാധിക്കും. ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ എങ്ങനെയെങ്കിലും ഒരു 10,000 സബ്സ്ക്രൈബർ വരെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൻ്റെ ആ ഒരു ഗ്രോത്ത് പാറ്റേൺ തന്നെ അങ്ങ് മാറും. വേറൊരു ലെവലിലേക്ക് നമ്മുടെ ചാനലിൻ്റെ വ്യൂസ് അല്ലെങ്കിൽ യൂട്യൂബ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു രീതി
കുറച്ചും കൂടെ ബെറ്റർ ആയി തീരും. അപ്പോൾ നിങ്ങൾ പുതിയ ചാനൽ തുടങ്ങിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യത്തെ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ട്രഗിളാണ്. ഏകദേശം ഒരു 1.5 വർഷം നിങ്ങളുടെ ചാനലിൻ്റെ ഏത് ടൈപ്പാണോ അതനുസരിച്ചിരിക്കും ടൈം എത്ര എടുക്കുമെന്നുള്ളത്. അപ്പോൾ ഈ 10,000 സബ്സ്ക്രൈബർ വരെ പിടിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നല്ലൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഫോട്ടോഗ്രാഫി, ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം, പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബ് വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.